അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സൈദു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പൈപ്പിംഗ് ബാഗാണ്. വെറും 1 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗ് തയ്യാറാക്കാം. സാധാരണ നമ്മൾ പൈസ എടുത്തൊക്കെയല്ലേ പൈപ്പിംഗ് ബാഗ് വാങ്ങുന്നത്. ഇതിന് വലിയ പൈസ ചിലവൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഈ പൈപ്പിംഗ് ബാഗ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കവറില്ലേ, അതുപോലൊരു കവർ എടുക്കുക. പിന്നീട് ചെയ്യേണ്ടത് ഈ കവറിൻ്റെ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ കട്ട് ചെയ്തൊന്ന് മാറ്റണം. അതിനുശേഷം നമ്മുടെ ഈ കവറിൻ്റെ സീൽ ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ സീൽ ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കവർ എന്താ ചെയ്യണം, ഒന്ന് നിവർത്തിയിടണം. ഈ കവർ തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ ഏത് സാധനങ്ങൾ മേടിച്ചിട്ട് ബാലൻസ് വരുന്ന കവറുണ്ടല്ലോ, അത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു കവറിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊന്ന് നിവർത്തിയിടുക. ഇനി നമുക്ക് കവർ നന്നായിട്ടൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഈ കവറിൻ്റെ മൂലഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അത് നല്ല നീളത്തിന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഒരു കോൺ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗം ഒന്ന് സീൽ ചെയ്തെടുക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ദാണ്ട് ഈ ഭാഗം വേണം സീൽ ചെയ്തെടുക്കാൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ചെറുതായിട്ട് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ എൻഡ് ഭാഗത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നേരിട്ട് എന്നിട്ട് ചെയ്യേണ്ടത് അയൺ ബോക്സ് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ അതങ്ങ് സീലായിക്കോളും. കണ്ടോ, ഇതുപോലൊന്ന് സീൽ ചെയ്തെടുക്കണം. പൈപ്പിംഗ് ബാഗ് ഇവിടെ സീലായി കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അയൺ ബോക്സ് നല്ലതുപോലെ ചൂടായിരിക്കണം. പൈപ്പിംഗ് ബാഗ് നല്ലതുപോലെ സീലായി കിട്ടിയിട്ടുണ്ട്. വേറെ ആ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കുന്ന ആ ഒരു ടൈം മതി. ഇത് കണ്ടോ, നല്ലതുപോലെ സീലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് എടുക്കണം. നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് ആ സീൽ ചെയ്ത കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒന്ന് ഷേപ്പാക്കി എടുക്കാനാണ്. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് ഷേപ്പായി ഇരിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കവറിൻ്റെ ബാക്കി ഭാഗവും കൂടെ അതുപോലെ ഒരു പൈപ്പിംഗ് ബാഗും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മളത് വെട്ടിയ അതേ സെയിം രീതിയിൽ തന്നെ ഇതുപോലെ മൂലഭാഗത്ത് നിന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഒരു കോൺ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് വീണ്ടും ഇതുപോലെ നമുക്കൊന്ന് സീൽ ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു കവറിൽ നിന്ന് ഞാൻ ഇപ്പം കാണിച്ചത് 2 പൈപ്പിംഗ് ബാഗാണ് ഈ ഒരു കവറിൽ നിന്ന് നമ്മൾ വെട്ടിയെടുത്തത്. ഇനി നമുക്ക് ഈ ഒരു കവറിൽ തന്നെ 3 പൈപ്പിംഗ് ബാഗും കൂടെ റെഡിയാക്കി എടുക്കാം. അത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഒരു കവറിൽ നിന്ന് ആദ്യം ഒരു പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള ഭാഗമാണ്. ഇതിനി നമുക്ക് ഒരു 2 പൈപ്പിംഗ് ബാഗായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കിയെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ കോണായിട്ട് മടക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഈ താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ഈ ജോയിൻ്റ് ആയിരിക്കുന്ന ഭാഗവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഈ ഭാഗത്തിൻ്റെ തന്നെ ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കോണായിട്ട് കോൺ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുത്താൽ മതി. എന്നിട്ടിത് സീൽ ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് ഈ ഒരു കവറിൽ നിന്ന് തന്നെ 3 പൈപ്പിംഗ് ബാഗ് കിട്ടും. ഇത് ആദ്യത്തെ രീതിയിൽ 2 എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ബുദ്ധിമുട്ടുള്ളവർ ആദ്യത്തെ രീതിയിൽ ഫോളോ ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ പൈപ്പിംഗ് ബാഗ് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.